ആര്യ, ഈ സാഹചര്യ തെളിവുകൾ നിരവധിയായി നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ അമ്മ സൂചിപ്പിച്ച കാര്യങ്ങളായാൽ തന്നെയും അന്ന് ഈ കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചതടക്കം ഇങ്ങനെ ഒരാളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു, ട്രെയിനിലെ ഈ ബട്ടൺസ് കിട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനു മുൻപുള്ള മറ്റ് പ്രമാദമായ കേസുകൾ, ഇപ്പോൾ മറ്റ് തരത്തിലുള്ള കേസുകൾ, അഴിമതി കേസുകളായാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളായാലൊക്കെ തന്നെയും പൊതുവിൽ സമൂഹം എങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും കോടതികളുടെ വിധികളെയൊക്കെ അത് ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുകൂടി ഒരുപക്ഷെ ഒരു ഭാഗത്ത് പരിഗണിക്കാറുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ പൊതുവിലുള്ള സമൂഹത്തിൻ്റെ കൂടി നിലപാട് അതൊക്കെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കോടതി ഒരുപക്ഷെ എല്ലാ പഴുതുകളും അടഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ജുഡീഷ്യറിയിൽ അഭയം പ്രാപിക്കുന്നത്. നിയമപരമായുള്ള സപ്പോർട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ഭരണതലത്തിൽ നിന്നുള്ള സപ്പോർട്ടായാലും അതിൻ്റെയൊക്കെ മേലെയാണ് നമ്മൾ ജുഡീഷ്യറിക്ക് നൽകിയിരിക്കുന്ന ഒരു സ്ഥാനം. ഒരുപക്ഷെ ജുഡീഷ്യറിയുടെ ഒരു വലിയൊരു മാറ്റം ഇതിപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടല്ല, പൊതുവിൽ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നതിൽ പൊതുസമൂഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിധത്തിലേക്ക് കൂടി ഉയരേണ്ട ഒരു സാഹചര്യമൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും എല്ലാ കേസുകളും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ വളരെ വൈകാരികമായി നമ്മളെയൊക്കെ വല്ലാതെ അരോസരപ്പെടുത്തുന്ന കുറേയധികം കേസുകൾ, പ്രത്യേകിച്ച് സ്ത്രീപീഡന കേസുകൾ, സൗമ്യയുടെ അമ്മയുടെ കരച്ചിൽ നമ്മൾ കാണുകയാണ്. 2011 തുടങ്ങിയ കരച്ചിലാണ് ഇപ്പോഴും നിലയ്ക്കാതെ തുടരുന്നത്. അപ്പോൾ ഇതിനകത്ത് പൊതുജനങ്ങളുടെ കൂടി ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഇത്തരം കേസുകളിൽ, എല്ലാ കേസുകളും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒപ്പം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ നല്ലൊരു ക്രോഡീകരിച്ച ചർച്ച വരികയും ജുഡീഷ്യറിയുടെ വക്കീലും കോർട്ടും എന്നത് ആ കോർട്ട് എന്ന ഒരു സിസ്റ്റം മാറിക്കൊണ്ട് ഓപ്പണായിട്ട് സ്ത്രീപീഡന കേസുകൾക്ക് ഒരു ബദൽ മാർഗം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവിടെയാണ് പ്രിജി നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള നമുക്ക് പല നിയമങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള ഇതുപോലുള്ള കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, നമുക്കതിന് പ്രത്യേക നിയമങ്ങളുണ്ട് എന്ന് പറയും. കോടതികളിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. പക്ഷേ അത് ഈ പൊതുവായ ഇത്തരം വലിയ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴുള്ള അത് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ ആ പഴയ രീതിയിൽ നിന്നും മാറിയിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല. ഇതിനകത്ത് ഇപ്പോൾ ആര്യ പറഞ്ഞതിനകത്തൊക്കെ ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം ജുഡീഷ്യൽ സംവിധാനത്തിന് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിന് വിധേയമായി ജുഡീഷ്യറി പ്രവർത്തിക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പം ഈ സൗമ്യയുടെ കേസിനകത്തും പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിന് അനുസൃതമായി ജുഡീഷ്യറി പ്രവർത്തിച്ചില്ല എന്നുള്ളതല്ല പ്രശ്നം. ഗോവിന്ദചാമി ചെയ്ത നിഷ്ഠൂരമായ പ്രവൃത്തിക്ക് ഗോവിന്ദചാമി അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുന്നോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പൊതുജനം പലതും പറയും. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയെ കൊന്നാൽ പോലും രണ്ട് പക്ഷമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിന് അനുസൃതമായി ഒരു ജഡ്ജ്മെൻറ്റ് വരിക എന്ന് പറയുന്നതൊന്നും നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് നിരക്കുന്നതല്ല. പിന്നെ ഈ പണ്ട് കാലത്തെ നീതിന്യായ സംവിധാനവും ഇപ്പോൾ വന്നിട്ടുള്ള സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം, പണ്ട് കാലത്ത് ഇത്രയേറെ പത്രമാധ്യമങ്ങളും ഒന്നും ചർച്ച ചെയ്യപ്പെടുമായിരുന്നില്ല ഒരു കേസും. പലപ്പോഴും നടന്നു വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഞാൻ ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ ഇത് പറയേണ്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, പലപ്പോഴും പല കേസുകളും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. സൗമ്യയുടെ കേസ് ഒരിക്കലും അതിനകത്ത് വരില്ല. പക്ഷേ നമ്മൾ ഇൻ ജനറൽ ഇങ്ങനൊരു ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇരയാക്കപ്പെടുന്നു എന്നുള്ള പറയുന്ന ആളുകളെ മാത്രം വെച്ച് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം പല അഭിപ്രായങ്ങളും ക്രോഡീകരിക്കാറുമുണ്ട്. പലപ്പോഴും അതൊന്നും ആയിരിക്കത്തില്ല സത്യം. വിശിഷ്യായി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എതിരെ വരുന്ന ആരോപണങ്ങൾ, അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരെ ആരും ഒരു മാധ്യമങ്ങളും വിളിച്ചിരുത്തി നമ്മുടെ ന്യൂസ് ചാനലുകളിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാറില്ല. അവർക്ക് പറയാനുള്ളത് പൊതുസമൂഹം കേൾക്കാറുമില്ല, അവരുടെ നീതീകരണം ആലോചിക്കാറുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും, അവർ കുഴപ്പക്കാരാണ്. അതാണ് പൊതുസമൂഹം പലപ്പോഴും എടുക്കുന്ന ഒരു അഭിപ്രായ സമന്വയം പല കേസുകളിലും എടുക്കുന്നത്. അതൊരിക്കലും ജുഡീഷ്യറിക്ക് സ്വീകരിക്കാനാകുന്നതല്ല. പക്ഷേ ലോജിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനകത്തിൽ തന്നെ ഒരുപക്ഷെ കോടതിക്ക് നിയമപരമായ വശങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിയമത്തിൻ്റെതായ വശങ്ങൾ പരിശോധിച്ചായിരിക്കും ഒരുപക്ഷെ കോടതി വധശിക്ഷ ഒഴിവാക്കിയതെങ്കിൽ കൂടി വധിക്കപ്പെട്ടു അല്ലെങ്കിൽ സൗമ്യ മരിച്ചു, സൗമ്യ തന്നെ ട്രെയിനിൽ നിന്ന് ചാടാൻ സാധ്യതയില്ല, ഗുരുതരമായ പരിക്കുകളോടുകൂടിയാണ് സൗമ്യ പീഡിപ്പിക്കപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലോജിക്കിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞാൻ അതുകൊണ്ടാണ് ആമുഖമായി പറഞ്ഞത്, ഈ കേസിനകത്ത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദചാമിയെ ശിക്ഷിക്കണമെന്നല്ല എന്നെ പോലെ നിയമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത്.
എന്നെപ്പോലെ നിയമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഈ ചെയ്തിട്ടുള്ള കേസിനകത്തെ ക്രൂരപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു റെയറസ്റ്റ് ഇൻ റെയർ ആയിട്ടുള്ള കേസാണ് എന്ന് കണ്ട് തൂക്കുകയറി കൊടുക്കണമെന്നുള്ളതാണ് പൊതുജനം പറയുന്ന അഭിപ്രായം. പൊതുജനം രണ്ടഭിപ്രായം പറയുന്നില്ലേ? ഗോവിന്ദച്ചാമിയെ അനുകൂലിക്കുന്ന ആളുകളും ഉണ്ട്. ഇപ്പോൾ ആളൂർ അനുകൂലിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അത് അയാളുടെ തൊഴിലിന്റെ ഭാഗമാണ്. അയാളുടെ തൊഴിലിന്റെ ഭാഗമായി ഗോവിന്ദച്ചാമിക്കെന്നല്ല ഏത് കുറ്റവാളിക്കും അഭിഭാഷകൻ വേണം. ഇപ്പോൾ ഒരുപക്ഷെ ഏത് ആൾ വന്നാലും ഞാനും ചിലപ്പോൾ ഡിഫൻസ് ലോയർ എന്നുള്ള നിലയിൽ അതെന്റെ തൊഴിലിന്റെ ഭാഗമാണ്. അത് എൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ആളൂരും ആ കേസ് നടത്തുന്നത്. അതിനിപ്പോൾ ആളൂരെന്ന് പറയുന്ന അഭിഭാഷകനെ വ്യക്തിപരമായി ആക്രമിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ആളൂർ കേസ് നടത്തുമ്പോഴും പ്രോസിക്യൂഷൻ കേസ് നടത്തുമ്പോഴും കോടതി പരിശോധിക്കേണ്ടത് ഈ കേസിനകത്ത് നടന്നിട്ടുള്ള ക്രൈം എന്താണ് എന്നുള്ളതാണ്. ആ ക്രൈം റെയറസ്റ്റ് ഇൻ റെയർ ആണ്. സൗമ്യയുടെ സംഭവത്തിനകത്ത് ഗോവിന്ദച്ചാമി ഇത്രയും നിഷ്ഠൂരമായി ആ പാവപ്പെട്ട പെൺകുട്ടിയെ കൊല ചെയ്തു എന്നുള്ളതിനകത്ത് യുക്തി മാത്രമല്ല തെളിവുകളുടെയും പിൻബലമുണ്ട്. പക്ഷേ ആ തെളിവുകൾ അതിൻ്റെതായ അടിസ്ഥാനത്തിൽ കോടതിയുടെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കഴിഞ്ഞ ഗവൺമെന്റിന് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പലപ്പോഴും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സപ്രസ് ചെയ്ത് വെക്കുക. അത് സപ്രസ് ചെയ്ത് വെക്കുക അല്ല വേണ്ടത്. നിർഭാഗ്യവശാൽ അദ്ദേഹം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾ ഇത് തുറന്നു പറയാൻ ഒരുപാട് മടിക്കും. എന്നെപ്പോലെ ജില്ലാ സെന്ററുകളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹൈക്കോടതിയിൽ നിന്ന് പെൻഷൻ പറ്റിയ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിനകത്തൊക്കെ ഒരുപാട് പോരായ്മകൾ വരും. അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള അഭിഭാഷകരൊക്കെ അത് പറയാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മഹാനുഭാവനായ വ്യക്തി ഇപ്പോഴും വളരെ നല്ല രീതിയിൽ കേസ് നടത്തിയെന്ന് കുറേ അഭിഭാഷകരും കുറേ ജഡ്ജിമാരും ഒക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ഓർഡറുകൾ ചിലപ്പോൾ അദ്ദേഹം ഇവിടെ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരുന്നപ്പോൾ ഈ അഭിഭാഷകർക്ക് കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിട്ടിരുന്നപ്പോൾ ഒരുപാട് ഗുണം കിട്ടിയ ആളുകളായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ യുക്തിസഹമായി ആലോചിക്കുകയാണെങ്കിൽ സെഷൻസ് കോടതിയിലും ഈ നേരിട്ട് സാക്ഷിയെ കണ്ട സെഷൻസ് കോടതിക്ക് വധശിക്ഷ കൊടുക്കാൻ തോന്നി, പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ വാദം കേട്ട ഹൈക്കോടതിക്ക് വധശിക്ഷ കൊടുക്കാൻ തോന്നി. പക്ഷേ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് കൊലപാതകം ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും അത് ആ സുപ്രീം കോടതിയിൽ കേസ് അവതരിപ്പിച്ച അഭിഭാഷകന്റെ പാകപ്പിഴയായിട്ട് തന്നെ കാണാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനകത്ത് ആ അഭിഭാഷകൻ, ഒരുപക്ഷെ അദ്ദേഹം നല്ല ജഡ്ജായിരിക്കാം, ഒരു നല്ല ജഡ്ജ് ഒരു നല്ല അഭിഭാഷകനാകണമെന്നില്ല, നല്ലൊരു അഭിഭാഷകൻ ഒരു നല്ല ജഡ്ജാകണമെന്നില്ല, അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ അദ്ദേഹം നല്ലൊരു അഭിഭാഷകനായിരുന്നോ എന്നുള്ളത് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അന്നത്തെ ഗവൺമെന്റ് ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഈ കേസിനകത്ത് ഏറ്റവും ദയനീയമായ വസ്തുതയെന്ന് കൊണ്ടുവരുമ്പോഴേക്കും ഉണ്ടാകാവുന്ന ഒരു പോസിറ്റീവ് സൈഡ് കൂടി അവിടെ അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഗവൺമെന്റിനെ എത്ര വാക്കുകളിൽ പ്രശംസിച്ചാലും മതിയാകില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം അതാണ്. കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വെച്ചൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഈ സുരേഷ്. അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും എഫേർട്ട് എടുത്ത് സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സൗമ്യയുടെ അമ്മ പറഞ്ഞതുപോലെ തീർച്ചയായും നമുക്കെല്ലാവർക്കും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കാം എന്നുള്ളതാണ്. ഇനി അതിനകത്തുള്ളൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടി എന്താണ്? അതായത് നമ്മൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ള പല ന്യായീകരണങ്ങളുമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് കേസ് വാദിക്കാനായി പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അവിടെ മറിച്ച് പ്രതിഭാഗം ഉപയോഗിക്കാൻ ഉള്ള സാധ്യതകൾ എന്താണ്? സാധ്യത ഒരു തവണ ഇതിനകത്ത് വളരെ കൃത്യമായ വളരെ വിശദമായ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് കേട്ട് വിധി വന്നൊരു കേസാണ്. സ്വാഭാവികമായിട്ട് റിവ്യൂ അനുവദിക്കുന്നത് തന്നെ വളരെ എക്സെപ്ഷണലായിട്ടുള്ള ചില സാഹചര്യങ്ങൾ മാത്രമാണ്. അതിലും തുറന്ന കോടതിയിൽ അനുവദിക്കുന്ന വളരെ വളരെ എക്സെപ്ഷണലായിട്ടുള്ള സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിവാദിക്കാൻ പോകുന്ന ഒരു തവണ വിധി വന്നതാണ്, ഇതിനകത്ത് ഒരു തവണ കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഇത് വീണ്ടും ഈ റിവ്യൂ എന്ന് പറയുന്നതിൻ്റെ ആ ലിമിറ്റേഷനകത്ത് വെച്ചുകൊണ്ട് അതിനെ മാറ്റിമറിക്കാൻ ഇതേ ജഡ്ജസിന് തന്നെ പറ്റുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഇതേ മനോഭാവത്തിലിരിക്കുന്ന ഈ ജഡ്ജസിൻ്റെ മുമ്പിൽ പോയി ഇതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു അഭിഭാഷകൻ ഇനി പറയുമ്പോൾ അത് അവരെത്രത്തോളം മുഖവിലേക്ക് എടുക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിപീഠം കൊടുത്തൊരു ജഡ്ജ്മെൻറ്റിനകത്ത് ഞങ്ങൾക്ക് എറർ സംഭവിച്ചു എന്ന് തുറന്നു പറയാനുള്ള ആർജവം ജുഡീഷ്യറി കാണിക്കുകയാണെങ്കിൽ
അത് തീർച്ചയായും നമ്മുടെ നാടിന് അഭിമാനമായിരിക്കും ഒരു നാഴികക്കല്ല. മാനസിക വികാരമായി എടുത്ത് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോവാതിരിക്കാൻ യഥാർത്ഥത്തിൽ നല്ലൊരു ജുഡീഷ്യൽ സംവിധാനത്തിനകത്ത് അങ്ങനെ യാതൊരു മുൻവിധികളും പാടില്ല. പറ്റിയ എറർ തിരുത്ത്, അതിനുവേണ്ടിയാണല്ലോ അപ്പീൽ കോടതികൾ. പക്ഷെ പരമോന്നത നീതിന്യായ പീഠമാകുമ്പോൾ പിന്നെ റിവ്യൂവേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടി ആ ബഹുമാന്യരായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാർ അത് കാണട്ടെ, അങ്ങനെ സൗമ്യയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാനല്ലേ കഴിയൂ. പിന്നീട് എന്താണ് ആ കേസിനകത്ത് ശരിക്കുമുള്ള മെറിറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ആർക്കും അറിയാൻ വയ്യ. നമ്മളെല്ലാം പത്രവാർത്തകളുടെയും അവൈലബിൾ ആയിട്ടുള്ള ചെറിയ എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതെല്ലാം പറയുന്നത്. അവിടെ നടക്കാൻ പോകുന്ന കീറിമുറിച്ചുള്ള തെളിവ് പരിശോധന എങ്ങനെയാണ് എന്നുള്ളത് ശുഭപ്രതീക്ഷയോടുകൂടി സുമതി അമ്മയോടൊപ്പം നമുക്ക് എല്ലാവർക്കും പങ്കുചേർന്ന് ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കാം. കാരണം ഈ ഗോവിന്ദച്ചാമിയെ ശിക്ഷിച്ചില്ലെങ്കിൽ നാളെ കേരളത്തിൽ ഒരു പെൺകുട്ടിക്കും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. 6 മണിക്ക് ശേഷം ഇരുട്ട് ആയി കഴിഞ്ഞാൽ ഒരു കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഒരു സ്ത്രീയുടെ അനുഭവം ഞാൻ പറഞ്ഞു. ഇനി ഒറ്റയ്ക്കെന്നല്ല, കൂട്ടായിട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത ഭീതിതമായ അവസ്ഥ കേരളത്തിൽ സംജാതമാകും. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയുന്നെങ്കിൽ പോലും നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഇരുട്ട് മയങ്ങിയാൽ പുറത്തിറങ്ങാനാകാത്ത സാഹചര്യം ഇതൊരു മോഡലായിട്ടുള്ളൊരു ശിക്ഷയായി വരണം. അല്ലെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിന് തന്നെ ഒരു തിരിച്ചടിയായി മാറും. അതുകൊണ്ട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് പൊതുജന അഭിപ്രായത്തിലൊക്കെ അവിടെ നിൽക്കട്ടെ. പൊതുജന അഭിപ്രായം പല കാര്യത്തിലും പല അഭിപ്രായങ്ങൾ പറയും. പക്ഷെ പൊതുജന അഭിപ്രായത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം തീരുമാനിക്കാൻ, ഒരു ശിക്ഷാവിധി തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ക്രൂരമായ ഈ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഗോവിന്ദച്ചാമിക്ക് മാക്സിമം ശിക്ഷ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനെത്താം, വളരെ വേഗം എത്താം. തുറന്ന കോടതിയിൽ സൗമ്യ വധക്കേസ് വാദം തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ BCCയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മൾ തിരിച്ച് ചർച്ചയിലേക്ക് പോകുകയാണ്. ശ്രീമതി സുമതിയിലേക്ക് തന്നെ. ഒരുപക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാത്രമല്ല, ഒരുപക്ഷെ സമൂഹം ഒന്നാകെ ആഗ്രഹിക്കുന്നത് മാതൃകാപരമായ ഒരു വിധിയാണ്. ഇതിപ്പോൾ ഗോവിന്ദച്ചാമി ഒരുപക്ഷെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത്തരത്തിൽ മനസ്സുള്ള നിരവധിയായ, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ മനസ്സുള്ള നിരവധിയായ ആളുകൾക്ക് ഇതൊരു മുന്നറിയിപ്പാകണം, സമൂഹത്തിന് ഇതൊരു മുന്നറിയിപ്പാകണം. ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു ദുരവസ്ഥ ഉണ്ടായാൽ അത് ഇടപെടേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നാൽ ഇങ്ങനെയുള്ള ശിക്ഷകൾ വരെ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകാൻ നമ്മുടെ സുപ്രീം കോടതിയൊക്കെ തയ്യാറാകുമെന്നൊരു വിശ്വാസം അമ്മയ്ക്കുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണ ആൾക്കാർക്ക് ഇപ്പം എല്ലാം കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സുപ്രീം കോടതിയിൽ എത്തണത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇതൊരു നീതി കിട്ടും, നല്ല രീതിയിൽ തന്നെ നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അവിടേക്ക് എത്തണത്. നമ്മളവിടെ എത്തിച്ചേരണം എന്നുള്ളത് അതൊറ്റൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഈ നേരത്തെ ഇത് എന്താ ഈ നമ്മൾ 8-ാം തീയതി അങ്ങനെ ഒരു വാർത്ത ഉണ്ടായല്ലോ, അത് സത്യത്തിൽ പറഞ്ഞാൽ ആ വക്കീൽ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ വക്കീൽ ഇതിനെന്തെങ്കിലും മറുപടി പറയേണ്ടതാണ്. ഇപ്പം ഇത്രയും ഈ കീഴ്ക്കോടതി നിന്ന് ഹൈക്കോടതി നിന്നെല്ലാം നമ്മുടെ സൗമ്യയുടെ കേസ് ഇത്രയും നല്ല രീതിയിൽ വാദം വന്ന് ഇങ്ങനൊരു വിധിയും വന്നിട്ട് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഈ കേസിൽ ഒരക്ഷരം ഈ സൗമ്യയുടെ കൊലപാതകം അത് എന്ത് തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പം ഈ വക്കീൽ ഒന്നും മിണ്ടാതിരിക്കാൻ കാരണം അത് തീർച്ചയായിട്ടും അയാൾ അതിനെക്കുറിച്ചിട്ട് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അയാൾ അത് അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാരണങ്ങൾ കാണും, അല്ലാതെ അയാളത് അങ്ങനെ പറയാൻ ഒരിക്കലും വഴിയില്ല. കാരണം അത്രയും തെളിവുകളുണ്ട്. സൗമ്യനെ ഇങ്ങനെ ക്രൂരമായി ഞാൻ ഇതായിട്ടില്ല, കണ്ടിട്ടില്ല, എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട്, ഇതിനെല്ലാം തെളിവുണ്ട്. ഇപ്പോൾ ഡോക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ട്, കല്ലുകൊണ്ടടക്കം അവളെ തലയ്ക്ക് ചതച്ചിട്ട് അവളെ ഇതാക്കി. അപ്പോൾ ഇതെല്ലാം അവിടെ മരണകാരണങ്ങളാണ്. ഗോവിന്ദൻചാമി ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് അവിടെ അതെല്ലാം ഗോവിന്ദൻചാമി മരണകാരനാണ്. ഗോവിന്ദൻചാമിയുടെ മരണകാരണങ്ങൾ ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയെല്ലാം പോയിട്ട് ഇങ്ങനെയെല്ലാം ഇത്രയും തെളിവ് വായിച്ച് അത് പഠിക്കാതെ ഇയാൾ അവിടെ വന്നിട്ട് എന്താ ഇയാൾ മിണ്ടാതിരുന്നെന്ന് എപ്പോഴും എനിക്കത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തിരിക്കുക ഞാൻ. തീർച്ചയായിട്ടും ഈ ഒരു ഇന്നത്തെ ഈ ഒരു തുറന്ന കോടതിയിലുള്ള ഈ വാദത്തോടു കൂടെ നമ്മൾക്കതൊരു നല്ല രീതിയിൽ തന്നെ നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇപ്പോഴും. ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ലോകം മുഴുവൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് അമ്മമാർ ഇന്ന് എന്താവും എന്ന് വിചാരിച്ചവരിരുന്ന്
ഈ ടി വിയുടെ മുന്നിൽ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരുപക്ഷെ അവിടെയാണ് ഒരുപക്ഷെ ജീവപര്യന്തമായി പോലും കുറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് നാൾ കൂടി ശിക്ഷ അനുഭവിച്ചാൽ മാത്രം മതിയാകും ഗോവിന്ദചാമിക്ക്. പ്രത്യേകിച്ച് ഗോവിന്ദചാമിയെ പോലുള്ള ഒരാൾ എങ്ങനെ തിരിച്ച് സമൂഹത്തിൽ ഇറങ്ങിയാൽ തിരികെ അയാൾ കുറ്റമുക്തനായി അല്ലെങ്കിൽ ഈ ഒരു കുറഞ്ഞ കാലയളവിലെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ നമ്മുടെ സമൂഹത്തിൽ അയാൾ എന്താ അല്ലെങ്കിൽ അയാളെ പോലുള്ള ഒരുപാട് പേർക്ക് അയാൾ ഒരു പ്രചോദനമായി മാറാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വാദമൊക്കെ ഒരുപക്ഷെ കോടതി ഇന്ന് ഈ കേസൊക്കെ പരിഗണിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നിരീക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗോവിന്ദചാമിയെ പോലുള്ള ഒരാൾ പുറത്തിറങ്ങിയാൽ കുറച്ച് നേരത്തെ ആ വക്കീൽ അവിടെ പറഞ്ഞു, പിന്നെ അനവധി സ്ത്രീകൾക്ക് ട്രെയിനിലടക്കം ഒരു സുരക്ഷിതമില്ലാത്തൊരു സമയമാണ്. അപ്പം ഗോവിന്ദചാമി ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എത്ര സ്ത്രീകൾ എത്ര കുട്ടികൾ ഇതുപോലെ വരും എന്നുള്ളത് അറിയില്ല. എൻ്റെ മകൾക്കുണ്ടായ ഒരു അനുഭവം ഒരു മകൾക്കും ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ ഈ ഗോവിന്ദചാമി പുറത്തിറങ്ങി കഴിഞ്ഞ് ഇതെല്ലാം തന്നെയാണ് ഞാൻ അനുഭവിക്കാൻ വരുന്നത്. അത് കാരണം കൊണ്ട് ഒരിക്കലും അങ്ങനൊരു ചിന്താഗതി നമുക്ക് വേണ്ട. ഗോവിന്ദചാമി പുറത്തിറങ്ങുക എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വേണ്ട. കാരണം ഗോവിന്ദചാമി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇയാൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളെ ഈ കേസ് അന്വേഷിച്ച സാർമാർ അവരത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണത്. എന്നിട്ട് ഇതിൻ്റെ സൗമ്യ ഇങ്ങനെയാണെന്നുള്ളത് ഇനി ഈ എന്തെങ്കിലും കാരണവശാൽ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചിന്തിക്കണേ? ഇത്രയും വലിയൊരു ക്രൂരത ഞാൻ ഈ നാട്ടിൽ ചെയ്തിട്ട് എന്നെ വെറുതെ വിട്ടു, ഇനി ഇതിലും വലിയ ക്രൂരത എനിക്ക് ചെയ്താലും എന്നെ സുപ്രീം കോടതി നടക്കം എന്നെ വെറുതെ വിടുന്നുള്ളൊരു ചിന്താഗതി അവന് വരും. അങ്ങനെ വരുത്താനൊരു വഴി ഉണ്ടാവരുത്. അതിന് മുന്നേ തന്നെ അവനെ ഈ പുറലോകം കാണാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയൊരു സൗമ്യം ഇങ്ങനെ ഉണ്ടാവരുത്, ഇനിയൊരു അമ്മ ഇങ്ങനെ കരയരുത്. ഒരുപക്ഷെ ശ്രീമതി സുമതി അന്നത്തെ ആ ഒരു ദിവസത്തെ സംഭവങ്ങൾ അതുതന്നെയായിരിക്കും ഈ കേസിൽ യഥാർത്ഥത്തിൽ സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടിയതല്ല എന്നുകൂടി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അല്ലെങ്കിൽ അവിടുന്ന് കൃത്യമായി സൗമ്യ പുറപ്പെടുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അമ്മയെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ കണ്ടാണ് ഇപ്പം ഡൽഹിയിലെ സംഭവത്തിലാണെങ്കിൽ, നിർഭയ സംഭവത്തിലാണെങ്കിൽ ആ കുട്ടി കാമുകനോട് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ കുട്ടിയെ പീഡിപ്പിച്ചത്. ഇവിടെ സൗമ്യയുടെ കേസിൽ അങ്ങനെ ഒന്നുമല്ല സംഭവം. അമ്മ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഓടി വന്ന് കയറിയപ്പോൾ ആരുമില്ലാത്ത ലേഡീസ് കമ്പാർട്ട്മെന്റിലായിപ്പോയി എന്നതാണ് അന്നത്തെ സംഭവങ്ങൾ. ഒരുപക്ഷെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ മതിയാകും ഇത്രയും ദുരനുഭവങ്ങൾ സൗമ്യയ്ക്ക് ഉണ്ടായി അതിന്റെ ഉത്തരവാദി ഗോവിന്ദചാമിയാണ് എന്ന് മനസ്സിലാക്കാൻ. അന്നത്തെ കാര്യങ്ങൾ അമ്മ ഓർമ്മിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അമ്മ അറിഞ്ഞ വിധം എങ്ങനെയാണ്? സൗമ്യ എറണാകുളം പാസഞ്ചർ ട്രെയിനിൽ കയറിയപ്പം മുതൽ അവൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന സ്റ്റേഷനിലെത്തി, ഇന്നടുത്തെത്തി, ഇന്ന പോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ട്രെയിനിൽ കയറുമ്പം മുതൽ വിളിച്ചതാണ്. എറണാകുളത്ത് നിന്ന് അവൾ ട്രെയിനിൽ കാലെടുത്ത് വെച്ചപ്പം മുതൽ അവൾ എന്നെ വിളിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ അവളോട് പറഞ്ഞു, മോളെ സാധാരണ അവൾ വരുമ്പം തൃശ്ശൂരിൽ നിന്നോ വടക്കാഞ്ചേരിയിൽ നിന്നോ അവൾ ജനറലിലേക്ക് മാറി കയറാറാണ് ചെയ്യാറ്. കാരണം തൃശ്ശൂരും വടക്കാഞ്ചേരി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് ജോലിക്ക് വന്നവരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നവരാണ്. അത് കാരണം ഞാൻ മോളോട് പറയുന്നുണ്ട്, മോളെ ജനറലിലേക്ക് മാറി കയറണം കേട്ടോ, ലേഡീസിന് അവിടെ വിട്ടാൽ ആരും ഉണ്ടാവില്ല എന്ന്. പക്ഷെ എറണാകുളത്ത് നിന്ന് തന്നെ ഒരു ഫാമിലി അവളുടെ കൂടെ ആ വണ്ടിയിലുണ്ടായിരുന്നു. എന്നോട് തന്നെ മുകളിലവർക്ക് തന്നെ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, അവർ കുട്ടികളും മക്കളും കുടുംബവും എല്ലാം കൂടിയാണ് അവർ വരുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളുണ്ട് കേട്ടോ ഷൊർണൂരേക്ക്, ഞങ്ങൾ ഷൊർണൂരിൽ നിന്നാണ് ഇറങ്ങി കയറുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ ആ ട്രെയിനിലിരുന്നത്. മുള്ളൂർക്കര എത്തുന്നവരെ അവൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല, അന്ന് ഓഫീസിൽ നിന്ന് അവൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല. അത് കാരണം വിശന്നിട്ട് വയ്യട്ടോ അമ്മ, എനിക്ക് ചോറ് വേണം, എനിക്ക് ചോറ് വെക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ആ വിശപ്പോട് കൂടിയാണ് എൻ്റെ കുട്ടി വന്നത്. എന്നിട്ടും ഈ ഗോവിന്ദചാമി ഇങ്ങനെയെല്ലാം അവൾക്കാണെങ്കിൽ വിശന്ന ഒരിത്തിരി പോലും വിശപ്പ് സഹിക്കാൻ കഴിയുന്ന ഒരാളല്ല. കാരണം വിശന്ന അവൾക്ക് ചോറ് തന്നെ കിട്ടണം, അത് അവൾക്ക് നിർബന്ധമാണ്.
പക്ഷെ ഞാൻ അവള് വരുമ്പോൾ ഒരു ന്യൂട്രീസാണ് വാങ്ങി വെച്ചത്, അതുണ്ടാക്കി കൊടുക്കാമല്ലോ വെച്ചിട്ട് അതൊന്നും പോരാ എന്ന് അവളന്ന് എന്നോട് പറഞ്ഞു. അത് പോരമ്മ, ചോറ് തന്നെ വേണം പറഞ്ഞു. ഉള്ളൂർക്കര എത്തുമ്പം ഞാൻ അന്നാക്കും മോളെ കാത്തു നിൽക്കുന്ന കുട്ടിയോട് ഓട്ടോറിക്ഷ കൊണ്ട് കാത്തു നിൽക്കുന്നുണ്ട്. അന്ന് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോനെ ഒരു പ്ലേറ്റ് ബിരിയാണി മേടിക്കേ, എൻ്റെ മോൾക്ക് ഞാൻ വന്നിട്ട് പൈസ തരാം ഇവിടെ എത്തിയിട്ട് എന്ന് പറഞ്ഞതാ. അപ്പം ഉള്ളൂർക്കരയിലെത്തിയപ്പോൾ അന്ന് നേരത്തെ ട്രെയിനെത്തി. സാധാരണ പാസഞ്ചർ ലേറ്റ് ആയിട്ടാണ് വരിക. ഷൊർണൂർ എത്തുമ്പോഴത്തേന് എങ്ങനെയായാലും 9:30 കഴിയും. അന്ന് നേരത്തെ 8:30 ആയപ്പോഴത്തേനും ട്രെയിൻ മുള്ളൂർക്കര എത്തി. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നേരെ 8:30 നേരത്തെ വന്നില്ലേ, ഇനിയിപ്പോൾ 10 മിനിറ്റിൽ സ്റ്റേഷനിലേക്ക് അവിടെ എത്താൻ നേരത്തെ ഞാൻ വിളിക്കാം, അപ്പോൾ അമ്മ ഏട്ടനോടാണ്ട് കയറി നിൽക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ അതിൽ ഇരിക്കുന്ന ഫാമിലിക്ക് മുള്ളൂർക്കര ഇറങ്ങിയ ഒരു 5-10 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ളൂ അവർക്ക്. അത് കാരണം കൊണ്ടാണ് അവരവിടെ ഇറങ്ങിയിട്ട് മോളോട് ജനലിലേക്ക് മാറി കയറിക്ക മോളെ പറഞ്ഞത്. പക്ഷെ എൻ്റെ കുട്ടി അവിടെ ആകെ 1 മിനിറ്റേ ആ ട്രെയിൻ നിർത്തുള്ളൂ. എൻ്റെ കുട്ടി ഓടി കയറിയത് 2ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ലേഡീസ് തന്നെയാണ് ഓടി കയറിയത്. അതിന് അവിടെ മുള്ളൂർക്കര നിൽക്കാൻ പറ്റില്ലല്ലോ, അതാണ് എൻ്റെ കുട്ടി ഓടി അവിടെ തന്നെ കയറിയത്. എന്നിട്ടാണ് ഇങ്ങനെയെല്ലാം ഉപദ്രവമുണ്ടായത്. ഇതെല്ലാം തെളിവല്ലേ എൻ്റെ കുട്ടി ആ ട്രെയിനിൽ കയറി ഇങ്ങനെയെല്ലാം ആണ്, ഇതെല്ലാം തെളിവാണ്. ആ ആൾക്കാർ, ആ കൂടെയുള്ള ഫാമിലി അവർ വന്ന് ഈ കീഴ്ക്കോടതിയിൽ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർ കുടുംബടക്കാണ്, കുട്ടികളും മക്കളും കുടുംബടക്കാണ് അവർ വന്നത്. ഇതിലും വലിയ തെളിവ് എന്ത് വേണ്ടത്? ഒരു നെഞ്ചു പൊട്ടുന്ന ഒരു അമ്മയുടെ വാക്കുകളതല്ല. ഒരമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തരുത്. എൻ്റെ മോൾ എന്നോട് പറയാറുണ്ട്, അമ്മ ജനുവരിയിൽ എൻ്റെ കുട്ടി എന്നോട് വന്നപ്പോഴോട് പറഞ്ഞു, അമ്മ ഞാൻ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട് അമ്മ, അതെല്ലാം പഠിച്ച കമ്പ്യൂട്ടറിലെല്ലാം പഠിച്ചെനിക്ക് നല്ലൊരു ജോലി കിട്ടിയ അമ്മ കണ്ട ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കുട്ടിയായി മാറും. സൗമ്യയുടെ അമ്മ എന്ന് പറയുക അഭിമാനം ഉണ്ടാവുന്ന എൻ്റെ കുട്ടി എന്നോട് പറയണ്ടേ.